സോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റെഡ്മിയുടെയും പോക്കോയുടെ സ്ട്രാറ്റജിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് അവർ മാറുന്നത്, അല്ലെങ്കിൽ റെഡ്മി എന്തുകൊണ്ടാണ് അവരുടെ ഫോണുകളുടെ പ്രൈസ് കൂട്ടുന്നത്, പോക്കോ എന്തുകൊണ്ട് ഇപ്പോഴും വാല്യൂ ഫോർ മണിയിലേക്ക് പോകുന്നു, ഷവോമി മൊത്തത്തിൽ എന്താണ് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞാൽ റിയൽമി അങ്ങനെ എന്നാ ചെയ്യുന്നത് എനിക്കും അങ്ങോട്ട് കത്തുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കാര്യമായിട്ടൊന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തപ്പോൾ ഐ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതെ, അപ്പം റിയൽമിയുടെ കുറച്ച് സ്ട്രാറ്റജി മാറിയതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് എന്തുകൊണ്ട് ഇപ്പോൾ റിയൽമിയും വാല്യൂ ഫോർ മണി അല്ല, അല്ലെങ്കിൽ പ്രൈസ് കൂട്ടിയ ഫോൺസ് ആണ് ഇറക്കുന്നത്. കുറെ പേര് GT സീരീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയിൽ, എന്തുകൊണ്ട് അത് വരുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റിയൽമിയുടെ ചരിത്രം കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. റിയൽമി വന്നു പറന്നു ഇപ്പോൾ ടോപ്പ് 5 ബ്രാൻഡിലുണ്ട്. അതാണ് റിയൽമിയുടെ പ്രത്യേകത. അതായത് ഫാസ്റ്റസ്റ്റ് എന്ന രീതിയിലാണ്, അതായത് സൂപ്പർ ഫാസ്റ്റ് പോലെയാണ് ഇവർ വന്നത്. ഇനീഷ്യലി ഇവർ റെഡ്മി സെയിം സ്ട്രാറ്റജിയാണ് ഇവർ യൂസ് ചെയ്തത്. റെഡ്മിയുടെ പോലെ മോർ സ്പെക്ക് വാല്യൂ ഫോർ മണി ആ ഒരു കോൺസെപ്റ്റിൽ കുറേ ഫോൺ ഇറക്കും, ചവർ പോലെ ഫോൺ ഇറക്കുന്നു. 18-19 എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ സുവർണ്ണ കാലഘട്ടമാണ്, ഇഡിലൻ കാലഘട്ടമാണ്. ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ റിയൽമി XT മേടിച്ചത്. അതായത് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് റെഡ്മി സത്യം പറഞ്ഞാൽ ഒരു വഴിക്ക് ഒരു വയലായിരുന്നു വെക്കുക, ആ വയൽ തെളിച്ച് റെഡ്മി ഒരു സക്സസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ റിയൽമി നോക്കുമ്പോൾ ഓൾറെഡി ആ ഒരു വയലിൽ റെഡ്മി തെളിച്ച വഴിയുണ്ട്. സോ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു വഴി കൂടെ തന്നെ പോയാൽ മതി. അതായത് റെഡ്മിനെ വാച്ച് ചെയ്ത് അവർക്ക് എന്തൊക്കെ പ്രശ്നം വരുന്നു ആ ഒരു പ്രശ്നങ്ങളെ റിയൽമി പരിഹരിച്ചുകൊണ്ട് റിയൽമി അതേ പാതയിൽ തന്നെ പോയി എന്ത് പറ്റി, ഫാസ്റ്റസ്റ്റ് ആയിട്ട് റെഡ്മിക്ക് ഒപ്പം വന്നു. അതായത് ഒരു പരിധി വരെ ഈ ഒരു ഓൺലൈൻ സെയിൽസിന്റെ കാര്യത്തിൽ ഒപ്പം എത്തി. ആൾക്കാർ റിയൽമി എന്ന് പറഞ്ഞ ആ ഒരു റെഡ്മിയുടെ സ്ഥാനത്ത് റിയൽമി പറയുന്ന ഒരു സെറ്റപ്പ് വരെ ആക്കിയത്. കൂടാതെ തന്നെ ഓഫ്ലൈനിൽ അവർ പതുക്കെ തുടങ്ങി. അതായത് റെഡ്മി എന്തൊക്കെ ചെയ്തോ അതുപോലെ തന്നെയാണ് പോയത്. പക്ഷെ പ്രോഡക്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ആൾക്കാർ റെഡ്മിയിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പോരായ്മകളുണ്ടെങ്കിൽ ആ ഒരു പോരായ്മകൾ റിയൽമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു തോത് കുറയും. അതാണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി. സോ അവരുടെ കുറേ ഇന്നോവേറ്റീവ് ഫോൺസ് ഇറക്കി, എസ്പെഷ്യലി വാല്യൂ ഫോർ മണി XT അങ്ങനെ കുറേ ഫോൺസ്, പിന്നെ X3 സൂപ്പർ അതായത് X സീരീസിലുള്ള കുറച്ച് ഫ്ലാഗ്ഷിപ്പ് സെൻട്രിക് ഫോൺസ്, പിന്നെ പാരലി അവരുടെ നമ്പർ സീരീസ് അത് ഹിറ്റ് ആക്കിക്കൊണ്ടിരുന്നു. എന്നാലും അവരുടെ മെയിൻ മാർക്കറ്റ് ഈ 15,000 താഴെയായിരുന്നു. പക്ഷേ ഈ 30,000 മേളിലോട്ടുള്ള മാർക്കറ്റ് അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു. ഞാൻ നോക്കിയിട്ട് മിക്കവാറും ഈ പറഞ്ഞ GT സീരീസിലും അല്ലെങ്കിൽ X സീരീസിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലേക്ക് അവർ കൈവച്ച് ഫ്ലാഗ്ഷിപ്പ് കൂടെ അവർ നേടാമെന്നുള്ളൊരു ഇതിലായിരുന്നു അവർ പൊക്കോണ്ടിരുന്നത്. സിമിലർലി റെഡ്മി നിങ്ങൾക്കറിയാം, ഷവോമിയുടെ Mi 11X അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആ ഒരു 30 റേഞ്ചിലുണ്ടായിരുന്നു. ഇപ്പം അതില്ല. റെഡ്മിയുടെ K സീരീസ് പോലത്തെ സാധനങ്ങൾ. അപ്പം അവരിങ്ങനെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് അത്യാവശ്യം ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം ഇവരുടെയും പ്രൈസ് കൂടാൻ തുടങ്ങി. പാരലി റെഡ്മിയും കൂട്ടുന്നുണ്ട്, പക്ഷേ റിയൽമിയാണ് തുടക്കത്തിൽ കൂട്ടിയത്. ഞാൻ കണ്ടെത്തോളം റിയൽമിയാണ് കൂട്ടിയത്. കാരണം അത് കഴിഞ്ഞാണ് റെഡ്മി പതിയെ കൂട്ടി ഒറ്റയടിക്ക് കുത്തിക്കയറ്റി 30 കൊണ്ടുവച്ചു, മീൻസ് ഫോണിൻ്റെ പ്രൈസൊക്കെ. സോ ഇതിങ്ങനെ പതിയെ പോകുന്നു. പിന്നെ റിയൽമിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒപ്പോയും OnePlusഉം ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒപ്പോയും OnePlusഉം കാര്യമായിട്ട് പണിയെടുക്കും ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഉണ്ടാക്കിയ സാധനത്തിന് റിയൽമി നൈസായിട്ട് അതങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഉപയോഗിക്കും, നോ പ്രോബ്ലം. കാരണം ഹോൾ ഈസ് BBK പോട്ടെ, BBKയുടെ അകത്ത് തന്നെ ഒപ്പോയുടെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടാണ് OnePlus റിയൽമി വർക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പേരന്റ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ദാനമെല്ലാം സ്വീകരിച്ച് ആ ഒരു ദാനം വെച്ച് അങ്ങോട്ട് വിൽക്കുന്നു. സോ സിമിലർലി സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിലും അവർ അവരുടെ നിന്ന് ബോറോ ചെയ്ത് ഓരോരോ സാധനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു രീതി നല്ലതായിരുന്നു, ഒരു രീതി അത് മോശമാണ്. അത് ഞാൻ വഴിയെ പറയാം. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു റെക്കോർഡ് ഇപ്പോഴും റിയൽമിയുടെ കയ്യിലാണ്. കൂടാതെ തന്നെ ടോപ്പ് 5 ബ്രാൻഡ്സിലുണ്ട് ഇന്ത്യയിലും. അതായത് ഹൈയിലേക്ക് എത്തി. പിന്നെ ഓഫ്ലൈനിലും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പാരലി അവർ കയറുന്നുണ്ടായിരുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ഒരു പ്രശ്നം വരുന്നത് 2023 തുടക്ക കാലഘട്ടത്തിൽ. അതായത് റിയൽമിയുടെ 9 Pro Plusന് ശേഷമാണ് 10 Pro Plusന്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. 10 Pro Plus വന്ന ആ ഒരു വർഷം, അതായത് 2023 തുടക്കം ജനുവരി തൊട്ട് മാർച്ച് വരെ 51% ഡിക്ലൈൻ ഒക്കെ വന്നു മാർക്കറ്റിൽ. അത്രയ്ക്കും റിയൽമിയുടെ ഫോൺസ് താന്നുപോയി. പാരലി ഇവർ ലാപ്ടോപ്പിലേക്ക് ഇറങ്ങി, TVയിലേക്ക് ഇറങ്ങി, കാര്യമൊന്നും ഉണ്ടായില്ല. അവരിറങ്ങി, പക്ഷേ പ്രോഡക്റ്റ് നല്ലായിരുന്നു, ലാപ്ടോപ്പ് എസ്പെഷ്യലി നല്ലതായിരുന്നു. പക്ഷേ ആഫ്റ്റർ സെയിൽ സർവീസ്, ബ്രാൻഡ് വാല്യൂ തുടങ്ങിയ ആ ഒരു ഘടകങ്ങളൊക്കെ കാരണം അവിടെ നിന്ന് ചെറുതായിട്ട് പരാജയപ്പെട്ടു. അവിടെ റെഡ്മി അവിടെ ഉണ്ടായിരുന്നു, റെഡ്മിയും സിമിലർലി പക്ഷേ കുറച്ചുകൂടെ നിന്നു. എന്നിട്ട് അവരും ഇപ്പം ഇല്ല. ഇവർ രണ്ടുപേരും ഇപ്പം ആ ഒരു കാറ്റഗറി തന്നെ അപ്രത്യക്ഷമായി. ഓൾറെഡി TV ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞു റിയൽമി. അപ്പം ഇവരിറങ്ങി, പക്ഷേ അവിടെ ഒന്നും ഇതായില്ല. അവർ ഫോണിൽ മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പം 2021-22 കാലഘട്ടത്തിൽ ഈവൻ 50 മുകളിൽ സ്മാർട്ട് ഫോൺസ് ആണ് റിയൽമി ലോഞ്ച് ചെയ്തത്. അതായത് തുണി മാറുന്ന പോലെ ചവറാന്നങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുക, ലോഞ്ച് ചെയ്ത് പൊളിക്കുക. അതുപോലെ തന്നെ ഇറക്കിക്കൊണ്ടിരുന്നത്, അതായത് ഒരു 7th ഗിയറിലാണ് പോക്ക്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്.
ഫാസ്റ്റിലാണ് പോകുന്നത്. പറന്ന് പൊക്കോട്ടിരുന്ന അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇത്രയും സ്പീഡിൽ പോകണം. കാരണം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് ആണെങ്കിൽ പോലും ചില സമയത്ത് ഡിക്ലൈൻ നന്നായിട്ട് വരുന്നതുകൊണ്ട് ഇവർക്ക് തന്നെ ഒരു ഡൗട്ടായി. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇവർ പതുക്കെ ഗിയർ 4th ആക്കി. അതായത് 7th ഗിയർ പൊക്കോണ്ടിരുന്ന റിയൽമി 2023 ആയപ്പോൾ 31 ഫോൺസ് മാത്രമേ ഇറക്കിയുള്ളൂ. പെട്ടെന്ന് 4th ഗിയറിലേക്ക്. അതിൻ്റെ ഒരു കാരണം മേ ബി നമുക്ക് ചിന്തിക്കാം. അതായത് പെട്ടെന്ന് സക്സസ് ആകുന്നതും പതിയെ സക്സസ് ആകുന്ന രണ്ട് രീതിയിലാണ്. അപ്പോൾ പെട്ടെന്ന് സക്സസ് ആകുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഫെയിൽ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ പതിയെ സക്സസ് ആകുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി റിറ്റെയിൻ ചെയ്ത് നിൽക്കും. ചെറിയൊരു പരാജയം ഈ ഏറ്റുവാങ്ങിയാലും എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും. മേ ബി അതുകൊണ്ടാകാം. ബട്ട് സ്റ്റിൽ അവരിപ്പോഴും ടോപ്പ് 5 തന്നെ ഉണ്ട്. അവരിപ്പോഴും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ്ങിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും ഇപ്പോൾ ആ ഒരു സ്പീഡ് ഇങ്ങനെ കുറച്ച്. റിയൽമി പ്രോമിസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവർ തന്നിട്ടുമില്ല. അത് വേറെ സത്യം. മാധവണ്ണൻ ആർട്സിനെ പറ്റി തള്ളി, ഞങ്ങളുടെ ഫോണുകളിൽ പരസ്യം വരില്ല. ശേഷം ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസിൽ ചവറ് പോലെ പരസ്യമാണ്. ഈവൻ റെഡ്മിയിലും കഷ്ടമാണ് റിയൽമിയുടെ പരസ്യം. അതും വൃത്തികെട്ട ആപ്പ് ഉൾപ്പെടെയാണ് ഇതിനകത്ത് പരസ്യം വരുന്നത്. ആഡ് വണ്ടി. അതെ. ഇനിയുള്ളത് ഇവർ പറഞ്ഞത് ഞങ്ങൾ പ്രൊസസ്സറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങൾ പെർഫോമൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞു. സാഡ്ലി റിയൽമി 12 Pro ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി, അവർ അതിനകത്ത് ക്യാമറ മാത്രമാണ് തിരികെ കാണിക്കുന്നത്, അല്ലാതെ വേറൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, പ്രൊസസ്സർ ഇപ്പോൾ അവരുടെ പ്രയോറിറ്റിയിലല്ല. ഫോണിൻ്റെ പ്രൊസസ്സർ ഏതാണെന്ന് അവരുടെ വിഷയമല്ല. ഇനി ഇപ്പോൾ ഡിസൈൻ വെച്ച് നോക്കിയാലും സി സീരീസിലും കുറേ മാറ്റങ്ങളാണ്. ആദ്യത്തെ സി സീരീസ് ഓൺലൈൻ സെൻട്രിക് ആയിരുന്നു, ഇപ്പോഴത്തെ ഓഫ്ലൈനാണ്. നിങ്ങൾ ഏത് കടയിൽ ചെന്ന് നോക്കിയാലും നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു സി സീരീസ് ഫോൺ കാണാൻ പറ്റും. അതുകൊണ്ട് ഓഫ്ലൈനിൽ സി സീരീസ് കാര്യമായിട്ട് തള്ളി വിജയിക്കുന്നുണ്ട്. കാരണം ആ ഡിസൈൻ ഭയങ്കര അടിപൊളി ഡിസൈനാണ് സി സീരീസിന്. കാണാൻ ലുക്കാണ്, പക്ഷേ ഒപ്പോ പോലെ അകത്തൊന്നുമില്ല. അതായത് ഒപ്പോയുടെ സെയിം സ്ട്രാറ്റജി. അതായത് പേരന്റ് കമ്പനി എങ്ങനെയാണോ അതുപോലെ തന്നെ ചൈൽഡ് കമ്പനി, അണ്ണൻ്റെ അതേ മകൻ, ഒന്നും പറയാനില്ല. ഇനി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത 12 Pro സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാവും. ഡിസൈനും ക്യാമറയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ ഫോണുകളിൽ അവർ ഉദ്ദേശിച്ചേക്കുന്നത്. പെർഫോമൻസിനെ പറ്റിയൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ തന്നെ വ്യക്തമായില്ല. അതായത് ഒരാൾ ഫോൺ നോക്കുന്നു, ഡിസൈൻ നോക്കുന്നു, കൊള്ളാം ഡിസൈൻ, നല്ല ഡിസൈൻ, നേരെ പുള്ളി ക്യാമറ ആയിരിക്കും നോക്കുന്നത്. സ്വാഭാവികം, അതൊരു സൈക്കോളജിയാണ്, അത് അവർക്കറിയാം. ക്യാമറ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, കൊള്ളാം നല്ല ക്യാമറ, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ, പാക്ക് ചെയ്തു, ഈ ഒരു വൈബായി. പക്ഷേ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ റിയൽമിയുടെ ആയതുകൊണ്ട് പ്രൊസസ്സർ ഏതാണെന്നൊക്കെ ചോദിക്കായിരുന്നു. ഇപ്പോൾ ഓഫ്ലൈനിലുള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അത് വേറെ കാര്യം. പ്രൊസസ്സർ ഏതാണെന്ന് ആരും നോക്കുന്നുമില്ല. പ്രൊസസ്സർ ഏതാ, സ്നാപ്ഡ്രാഗൺ ആണോ ഏതാണെന്നൊന്നും ആർക്കും അറിയില്ല. ചിലപ്പം ഇപ്പോൾ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും തൊട്ടി സാധനമായിട്ടുള്ള 695 വരെ എടുത്തുന്നിരിക്കുക. തൊട്ടിയല്ല, മീൻസ് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ലാത്ത ചിപ്സെറ്റാണ്. അതുകൊണ്ട് തൊട്ടി എന്ന് പറയുന്നതല്ല. ബട്ട് സ്റ്റിൽ ചില സമയത്ത് എനിക്ക് കലി കയറി 20,000 ഫോൺസിലൊക്കെ 695 ഇടുമ്പോൾ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ചിപ്പ് വന്നു, കുഴപ്പമില്ല, സ്നാപ്ഡ്രാഗൺ ഓക്കെ. അങ്ങനെ ആൾക്കാർ പറഞ്ഞ പോലെ ഫോൺ മേടിക്കുന്നു. അതായത് ഡിസൈനിങ് ക്യാമറ ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യാണ്. ഒപ്പോ എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം സാധനം. അത് ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ തലേ വന്ന് കാണും. കാരണം ഡിസൈനിങ് ക്യാമറ ഫോക്കസ് ചെയ്ത് ഫോൺ ഇറക്കുന്ന കമ്പനിയാണ് കൊപ്പോയുടെ സ്വന്തം പുത്രനാണ് റിയൽമി. അങ്ങനെ ചെയ്യും. പക്ഷേ വിവോയും ഐക്യുവും കുറച്ച് വ്യത്യാസമുണ്ട്. വിവോയും ഐക്യുവും തമ്മിൽ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് നമുക്ക് അറിയാൻ പറ്റും, അവരുടെ ഐഡന്റിറ്റി തന്നെ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഐക്യു പെർഫോമൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നുള്ളത് വ്യക്തമാണ്. അവരുടെ എല്ലാ ഫോൺസിലും സ്ട്രാറ്റജി അങ്ങനെ തന്നെയാണ്. വിവോയുടെ ക്യാമറ അല്ലെങ്കിൽ കുറച്ച് ഫ്ലാഗ്ഷിപ്പ് എൻട്രിയിലേക്കാണ്. ഓഫ് കോഴ്സ് ക്യാമറ ഡിസൈൻ അവർക്കും ഉണ്ട് കൊപ്പോ പോലെ. പക്ഷേ ഐക്യു ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞ സാധനം മെയിൻറ്റെയിൻ ചെയ്തു. ഇവർ എറിയുന്ന പെർഫോമൻസിനാണെങ്കിലും ക്യാമറ ഇവർക്ക് കൊള്ളാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ ഫോണുകളിൽ ക്യാമറ നല്ലതായിട്ട് പറയുന്നത്. അതായത് ഇവർ ഒരു പെർഫോമൻസിനാണ് കൊളുത്തുന്നതെങ്കിലും ക്യാമറ കിട്ടും കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് ഐക്യുവിനെ കരുതുന്നത് ആൾക്കാർ. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസൈൻ പക്ഷേ അവർക്ക് വലിയൊരു പ്രശ്നമല്ല, കൂടുതലും പെർഫോമൻസ് ആണ്. എന്നാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ ക്യാമറയും കിട്ടും, അത് നല്ല കാര്യം. പക്ഷേ ഇവിടെ റിയൽമിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല. റിയൽമി ഏതാ ഉദ്ദേശിക്കുന്നത് അവർക്കറിയില്ല. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞപ്പം ആദ്യത്തെ റിയൽമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെർഫോമൻസ് ക്യാമറ എല്ലാം മെയിൻറ്റെയിൻ ഓൾറൗണ്ടർ റേഞ്ച് ആണ്. പക്ഷേ എസ്പെഷ്യലി വാല്യൂ ഫോർ മണി ആയിരുന്നു. ഇപ്പോഴത്തെ റിയൽമി എന്താ ഡിസൈൻ ക്യാമറ. അപ്പോൾ ഇത് ഏത് കാറ്റഗറി പെടുന്ന ഒരു ബ്രാൻഡായിട്ട് എടുക്കും നമുക്ക് അറിയില്ല. ഓരോ ബ്രാൻഡിനും ഓരോ കാറ്റഗറി നമുക്ക് പറയാം. റെഡ്മിയും സിമിലർ ആണ്, ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ പെടുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ബാക്കി ബ്രാൻഡുകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സാംസങ് എ സീരീസ് ഓഫ് കോഴ്സ് ഓഫ്ലൈൻ കാറ്റഗറി, എം സീരീസ് ഓൺലൈൻ കാറ്റഗറി, പക്ഷേ പരാജയമായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് ആലോചിക്കാം. എസ് സീരീസ് ഫ്ലാഗ്ഷിപ്പ്, ഓരോന്നിനും അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒപ്പോ ഓഫ് കോഴ്സ് ഓഫ്ലൈൻ, വിവോ ഓഫ്ലൈൻ. പക്ഷേ റിയൽമി റെഡ്മി ഒക്കെ റെഡ്മി ഒരു പരിധി വരെ ഓക്കെ. ഷവമി ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെറ്റപ്പ്, പോക്കോ ഓൺലൈൻ, നമുക്ക് കുറേ ഐഡന്റിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ റിയൽമി റെഡ്മി ഇപ്പോൾ ചെറിയൊരു ഇതിലാണ് നിൽക്കുന്നത്. റെഡ്മിയും പിന്നെ ഒരു പരിധി വരെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, പക്ഷേ റിയൽമി ഒന്നും ഡിഫൈൻ ചെയ്യാനില്ല. അതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ മാധവണ്ണനും ഇറങ്ങിപ്പോയി, ടീമും ഇറങ്ങിപ്പോയി. കൂടാതെ തന്നെ ചെറിയൊരു അടിയായി റിയൽമിക്ക് മൊത്തത്തിൽ.
എന്നാലും ഇത്രയും വലിയൊരു മാർക്കറ്റുള്ള ഒരു ബ്രാൻഡ് ആൾക്കാർക്ക് എന്നാലും അറിയാം റിയൽമി എന്നൊരു ബ്രാൻഡ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈവൻ മാധവണ്ണൻ ഇറങ്ങിപ്പോയാലും ആ ഒരു ബ്രാൻഡ് നിലനിൽക്കുന്നുണ്ട്, സർവൈവ് ചെയ്യുന്നുണ്ട്. സോ അത് വലിയൊരു കാര്യം തന്നെയാണ്. മേ ബി ഇവർ ഫ്യൂച്ചറിൽ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഒക്കെ ഇറക്കിയാൽ നല്ലതായിരിക്കും, GT സീരീസ് ഒക്കെ. കാരണം ഓഫ് കോഴ്സ് ചൈനയിൽ നല്ല ബാക്കിംഗ് ഉണ്ട്. കാരണം റിയൽമി അത്രയ്ക്കും സ്റ്റേബിൾ ബ്രാൻഡാണ് ചൈനയിൽ. അപ്പോൾ ഇവിടെയും ആക്കാൻ വലിയ പാടില്ല. നല്ലൊരു ഇപ്പം മാധവണ്ണൻ നന്നായിട്ട് തന്നെയാണ് ചെയ്തത്. ഒരു പരിധി ലാസ്റ്റ് ആയപ്പോഴാണ് പുള്ളിയുടെയും എനിക്ക് മനസ്സിലായി. കാരണം ലോഞ്ച് ചെയ്യുന്ന പ്രൈസ് ഒക്കെ കയറ്റിയപ്പോൾ തന്നെ മനസ്സിലായി പുള്ളി ഇനിയിപ്പോൾ അതുകൊണ്ട് ഇറങ്ങിപ്പോയാണെന്ന് അറിയത്തില്ല. മേ ബി ആവാതിരിക്കും. എന്തായാലും എന്നാലും ചെറുതായിട്ട് താഴ്ന്നു പോയെങ്കിലും ഇപ്പോഴും അവർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. GT സീരീസ് മേ ബി ഇറക്കി സെറ്റപ്പ് ആവുമായിരിക്കാം. എന്തായാലും കണ്ടറിയണം. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയൽമിയുടെ മൊത്തത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ കിട്ടിയ ഇൻഫർമേഷൻ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും പറയുക റിയൽമിയുടെ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റി നിങ്ങൾ യോജിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും